KTUവിൻ്റെ 2024 സ്കീമിലെ S1 ആർക്ക് ഈ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നിട്ടുള്ള ഈ ഒരു പേപ്പറിൽ ഇത് ഗ്രൂപ്പ് ബിക്കാർക്കും സിക്കാർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിലെ 4th മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ടൈലർ സീരീസ്. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ടൈലർ സീരീസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടൈലർ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആ ഒരു ഫോർമുലയും പിന്നെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതേ ഉള്ളൂ, നമ്മൾ ടൈലർ സീരീസിൻ്റെ മറ്റ് പ്രോബ്ലംസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഫോർമുല എന്താണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കാദ്യം ടൈലർ സീരീസ് എന്താണെന്ന് പഠിക്കാം. ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് മെക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ടൈലർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെക്ലോറിൻ സീരീസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ടൈലർ സീരീസിൽ നിങ്ങളിതാ ഈ ഒരു ഫോർമുല കണ്ടോ, ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ടൈലർ സീരീസ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ഇപ്പോൾ ഞാൻ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. എക്സ് എന്നല്ല, ലോഗ് എക്സ് എന്നോ കോസ് എക്സ് എന്നോ സൈൻ എക്സ് എന്നോ എക്സ് ക്യൂബ് എന്നോ എക്സോ അങ്ങനെ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിൽ വരും. എബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഒരു പോയിന്റും തരും. ഇപ്പോൾ ഞാൻ 5/2 എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റും തരും, ഒരു ഫംഗ്ഷനും തരും, എന്നിട്ട് അതിൻ്റെ ടൈലർ സീരീസ് കാണാൻ പറയും. ഇതാണ് നിങ്ങളോട് ഇവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിതാ ജസ്റ്റ് ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് നോട്ട് plus f dash of x naught into x minus x naught plus f double dash of x naught 2 factorial divided by 2 factorial into x minus x naught whole square plus etc. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കൂടെ അറിയേണ്ട എന്താണ്, ഡെറിവേറ്റീവ് കാണാൻ അറിയണം, അത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസിക്വൾ ടു എക്സ് ആണ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസിക്വൾ ടു കോസ് എക്സ് ആണ്, എന്ത് ഫംഗ്ഷൻ തന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേഗം ഇത് എന്താ പറയുക ഈ ഒരു ടൈലർ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ ഒരു പ്രോബ്ലം ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എബൌട്ട് എക്സ് ഈസ് ഈക്വൽ ടു π/2. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫംഗ്ഷനും ഉണ്ടാവും, പിന്നെ ഒരു പോയിന്റ് അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ടൈലർ സീരീസ് എന്ന് കണ്ട ആദ്യം എന്ത് ചെയ്യുക, ടൈലർ സീരീസിൻ്റെ ഫോർമുല ആദ്യം എഴുതി വെക്കാം. അപ്പോൾ ടൈലർ സീരീസ് എന്താണ്, ടൈലർ സീരീസിൻ്റെ ഫോർമുല പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് f triple dash of x naught into x minus x naught whole cube by 3 factorial. നിങ്ങൾക്ക് തോന്നും വേണമെങ്കിൽ പ്ലസ് എക്സെട്രാ എന്ന് എഴുതിക്കൂടെയെന്ന്, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും, ഞാൻ പിന്നെ അത് ചെയ്തു വരുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ബാക്കി 2 ടേംസും കൂടി എഴുതിയിട്ട് പ്ലസ് എക്സെട്രാ എന്നും കൂടി എഴുതാം. 4th derivative of f at x naught into x minus x naught whole raised to 4 divided by 4 factorial plus 5th derivative of f at x naught into x minus x naught whole raised to 5 divided by 5 factorial plus etc. എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഗിവൺ തന്നിരിക്കുന്ന എന്താണ്, ഗിവൺ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് കോസ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്താണ്, എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് π/2 ആണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എന്തായിട്ട് മാറും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന ഫസ്റ്റ്, അപ്പം എഫ് ഓഫ് π/2 എന്നായിട്ട് മാറി. എഫ് ഓഫ് π/2 പ്ലസ് എഫ് ഡാഷ് ഓഫ് π/2 അല്ലേ, എക്സ് നോട്ടിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുത്താൽ മതി, π/2 കൊടുത്താൽ മതി. എഫ് ഡാഷ് ഓഫ് π/2 ഇൻറ്റു എക്സ് മൈനസ് π/2 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് π/2 ഇൻറ്റു എക്സ് മൈനസ് π/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഇപ്പം എക്സ് നോട്ടിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്താൽ മതി, π/2 എന്ന് എഴുതി കൊടുത്താൽ മതി. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് π/2 ഇൻറ്റു എക്സ് മൈനസ് π/2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, സോറി ഇവിടെ ഒരു ഹോൾ ക്യൂബ് ഉണ്ട്, പ്ലസ് ഇപ്പോൾ தான் ഞാനിവിടെ എല്ലാ സ്ഥാനത്തും എക്സ് നോട്ടിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് എഴുതിയിട്ടുണ്ട്, π/2 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഈ എഫ് ഓഫ് π/2 എഫ് ഡാഷ് ഓഫ് π/2 എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് π/2 എന്തായിരിക്കും, കോസ് π/2 ആണ്. കോസ് π/2ൻ്റെ വാല്യൂ എന്താണ്, കോസ് π/2ൻ്റെ വാല്യൂ 0 ആണ്. ഇനി
എഫ് ഡാഷ് ഓഫ് എക്സ് കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്നാണ്. അപ്പം എഫ് ഡാഷ് ഓഫ് 5/2 എന്താണ്? എഫ് ഡാഷ് ഓഫ് 5/2 എന്ന് പറയുന്നത് മൈനസ് സൈൻ 5/2 എന്നാണ്. സൈൻ 5/2ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് സൈൻ 5/2 എന്ന് പറഞ്ഞാൽ -1 ആയി. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 5/2 എന്തായിട്ട് മാറി? മൈനസ് കോസ് 5/2 ആയിട്ട് മാറി. അതെന്താണ്? കോസ് 5/2 പറഞ്ഞാൽ 0 അല്ല, അപ്പോൾ ഇത് 0 ആയിട്ട് മാറി. അതുപോലെ തന്നെ നമുക്ക് എഫ് ട്രിപ്പിൾ ഡാഷും അതുപോലെ തന്നെ ഫോർത്ത് ഡെറിവേറ്റീവും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് ഓഫ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? സൈൻ എക്സ് ആയിട്ട് മാറി. അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 5/2 എന്തായിട്ട് മാറും? സൈൻ 5/2ൻ്റെ വാല്യൂ 1 അല്ലേ, അപ്പോൾ അത് 1. ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായി? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലേ, കോസ് എക്സ്. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് എന്തായിട്ട് മാറി? ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് 5/2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കോസ് 5/2ൻ്റെ വാല്യൂ 0. ഇനി ഫിഫ്ത്ത് ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് 5/2 എന്തായിട്ട് മാറും? അത് മൈനസ് ഓഫ് സൈൻ 5/2. സൈൻ 5/2 1 ആയതുകൊണ്ട് -1 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വാല്യൂസൊക്കെ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിലേക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്താ ഉള്ളത്? ആദ്യം എഫ് ഓഫ് 5/2 ആണുള്ളത്. എഫ് ഓഫ് 5/2 എന്താ? 0 അല്ലേ, അപ്പോൾ ഞാൻ 0 എന്ന് എഴുതി. 0 പ്ലസ് അടുത്ത എഫ് ഡാഷ് ഓഫ് 5/2 ആണ് അടുത്ത വാല്യൂ. എഫ് ഡാഷ് ഓഫ് 5/2 എന്താണ്? എഫ് ഡാഷ് ഓഫ് 5/2 പറഞ്ഞാൽ -1 എന്നാണ്. അപ്പോൾ -1 ഇൻറ്റു അടുത്ത ടേം എന്താ? എക്സ് മൈനസ് 5/2 എന്നാണ്. അപ്പോൾ എക്സ് മൈനസ് 5/2 പ്ലസ് ഇനി അടുത്ത ടേം നോക്കി എഫ് ഡബിൾ ഡാഷ് ഓഫ് 5/2 എന്നാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 5/2 എന്താ? എഫ് ഡബിൾ ഡാഷ് ഓഫ് 5/2 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ശരിക്കും 0 എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ ടേം എഴുതേണ്ട ആവശ്യമില്ല, കാരണം മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ. അപ്പോൾ 0 എഴുതി കഴിഞ്ഞാൽ ആ ടേമേ ക്യാൻസൽ ആവും നമുക്കറിയാം. എന്നാലും നമുക്കിത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാം. 0 ഇൻറ്റു എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി പ്ലസ് അടുത്ത ടേം എന്താ? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 5/2. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 5/2 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എക്സ് മൈനസ് 5/2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഫോർത്ത് ഡെറിവേറ്റീവ് എന്താ? ഫോർത്ത് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് 0 ആയിട്ടാണ്. അപ്പോൾ 0 ഇൻറ്റു എക്സ് മൈനസ് 5/2 ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എന്താണ്? ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഓഫ് 5/2 പറഞ്ഞാൽ -1 എന്നാണ്. അപ്പം -1 ഇൻറ്റു എക്സ് മൈനസ് 5/2 ഹോൾ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എന്ന് വരും. ഇതാണിപ്പോൾ സംഭവം. ഇനി നോക്കിക്കേ, ഇത് എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതെന്തായിട്ട് മാറും? ആദ്യത്തെ ടേം 0 ആണ്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി -1 ഇൻറ്റു എക്സ് മൈനസ് 5/2 എന്നല്ല, അപ്പോൾ അതെന്തായിട്ട് മാറി? മൈനസ് ഓഫ് എക്സ് മൈനസ് 5/2 എന്നായിട്ട് മാറി. പ്ലസ് അടുത്ത ടേം നോക്കിക്കുക, അത് 0 അല്ല, അപ്പോൾ ഈ മൊത്തം ടേം ക്യാൻസൽ ആയി പോയില്ലേ? 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആയില്ലേ, അത് ക്യാൻസൽ ആയി പോയി. ഇനി 1 ഇൻറ്റു എക്സ് മൈനസ് 5/2 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 5/2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെ നോക്കിക്കേ 0 ഇൻറ്റു ഈ ടേം വന്നത്, അപ്പോൾ ഇത് മൊത്തം ക്യാൻസലായി പോയില്ല, അപ്പോൾ അത് മൊത്തം ക്യാൻസലായി പോയി. പിന്നുള്ളത് എന്താ? -1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് ഈ ടേം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തിട്ട് മൈനസ് എക്സ് മൈനസ് 5/2 ഹോൾ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എഴുതാം പ്ലസ് എക്സെട്ര എന്ന് എഴുതിയത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് വരെ എടുക്കണമെന്ന്. കാരണം കണ്ടോ, നമ്മൾ ടൈലർ സീരീസ് എഴുതുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 3 ടേമെങ്കിലും വേണം, എന്നിട്ട് പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തേർഡ് ഡെറിവേറ്റീവ് വരെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതാ നോക്കിയേ, ഇവിടെ 0, ഇവിടുത്തെ ഈ ഒരു ടേം വരും, ഇവിടെ 0 ആയി, അപ്പോൾ ഒറ്റ ടേമേ ഉണ്ടാവുള്ളൂ, പ്ലസ് എക്സെട്ര എന്ന് എഴുതി. അപ്പോൾ അത് അത്ര എഴുതുന്നത് ശരിയല്ല. നമ്മളിങ്ങനെ എഴുതുന്ന ടൈലർ സീരീസ് എഴുതുന്ന സമയത്ത് ഒരു 3 ടേമെങ്കിലും വേണം. അപ്പോൾ നോക്കിക്കേ, കോസ് എക്സ് അറ്റ് π/2 ഇതിൻ്റെ ടൈലർ സീരീസ് തന്നെ ഇതാണ്. അപ്പോൾ ഈ ആൻസർ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഡെറിവേറ്റീവ് കാണാൻ നിങ്ങൾക്ക് അറിയണം.
പിന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഡെറിവേറ്റീവിൽ ആ ഒരു പോയിന്റിൽ ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് അറിയാം. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോസ് π/2 അല്ലെങ്കിൽ -sin π/2 എന്താണെന്ന് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പൊതുവേ കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ f'(π/2) കാണാൻ പറഞ്ഞാൽ ചില കുട്ടികൾ f(π/2) കണ്ടിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണും. അത് തെറ്റാണ് കേട്ടോ. അതങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ f'(π/2) എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? f'(π/2) എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് അല്ലേ, ഈക്വൽ ടു -1 ആണ്. ചില കുട്ടികൾ f(π/2) ഇവിടെ f(π/2) എന്താ കിട്ടിയത്? f(π/2) എന്ന് പറഞ്ഞ് കിട്ടിയ വാല്യൂ എന്താ ഇവിടെ? 0 ആണ്. ചില കുട്ടികൾ ഇത് പോയിട്ട് നേരെ ഇത് ഈക്വൽ ടു 0. ഇത് സിംപ്ലൈസ് ദാറ്റ് f'(π/2) ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരുന്നു. കാരണം 0ൻ്റെ ഡെറിവേറ്റീവ് 0 ഉള്ളൂ. പക്ഷേ അത് തെറ്റല്ലേ, കാരണം f'(π/2) എന്ന് പറഞ്ഞാൽ -1 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം f(x) എന്താ നോക്കുക. f(x) = cos x ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) കാണാം. ഇവിടെ -sin x വരും. എന്നിട്ട് ഈ കിട്ടിയ ഡെറിവേറ്റീവിൽ വേണം f'(π/2) കാണാൻ. ഈ സ്ഥലത്ത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? അതിൻ്റെ ആ π/2 എന്നുള്ള വാല്യൂ, ഇനി π/2 അല്ല വേറെ ഏത് വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ ഇങ്ങ് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടത്. കുറേ കുട്ടികൾ അങ്ങനെ തെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതരുത്, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ടൈലർ സീരീസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡെറിവേറ്റീവ് മാത്രം അറിഞ്ഞാൽ മതി. എന്നിട്ട് ആ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടൈലർ സീരീസിൻ്റെ ഡെഫിനിഷനും പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ടൈലർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, മെക്ലോറിൻ സീരീസും കൂടി പറയണ്ടേ. മെക്ലോറിൻ സീരീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിനായിട്ട് പ്രത്യേകം തന്നെ ഒരു വീഡിയോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺസെപ്റ്റും ഒരു പ്രോബ്ലം ചെയ്യാം ഒരു വീഡിയോയിൽ, ബാക്കി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പം മെക്ലോറിൻ സീരീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ടൈലർ സീരീസ് ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പൊതുവേ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ടൈലർ സീരീസ് എന്നിട്ട് നിങ്ങളോട് ഈ ടൈലർ സീരീസിൻ്റെ ഫോർമുല എഴുതാനേ പറയാറുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.